ഹരി ഓം. ഓം നമോ നാരായണായ. ശംഖചക്രഗഥാധാരിയും ബ്രഹ്മാണ്ഡ സ്വരൂപനുമായ ശ്രീ മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ എല്ലാ അർത്ഥത്തിലും പൂർണ്ണാവതാരമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. മനുഷ്യന്റെ ഗ്രാഹ്യത്തിനും എല്ലാ ഗുണങ്ങൾക്കും അതീതമായി പ്രപഞ്ചത്തിന്റെ സമ്പൂർണ്ണ രക്ഷകനായ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശ്രീ പതഞ്ജലി യോഗ ശിക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് മലയാളക്കരയിലൂടെ സഞ്ചരിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന നാരായണീയം പഠനയാത്ര ഇന്ന് കണ്ണന്റെ ഊരായ കണ്ണൂരിൽ എത്തിച്ചേർന്നിരിക്കുന്നു. കണ്ണൂർ എന്ന പേരിന് ഭഗവാന്റെ ആരാധനാ കേന്ദ്രമായ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. തറികളുടെയും തിറകളുടെയും നാടായ കണ്ണൂർ കലാ സാംസ്കാരിക രംഗത്ത് മികച്ചു നിൽക്കുന്ന ജില്ലയാണ്. കോട്ടൺ തുണിത്തര വ്യവസായങ്ങളുടെ കേന്ദ്രവും അതുപോലെ തന്നെ ഉഗ്രമൂർത്തികൾ ഉറഞ്ഞാടുന്ന തെയ്യക്കാവുകളിലെ തോറ്റം പാട്ടിന്റെയും ശബ്ദത്താൽ മുഖരിതമാണ് ഈ ശൈത്യകാലം മുതൽ. പ്രധാന ആരാധനാ കേന്ദ്രങ്ങളായ കേരളത്തിലെ പഴനിയായി കണക്കാക്കപ്പെടുന്ന പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം, രാമന്തള്ളി ശങ്കരനാരായണ ക്ഷേത്രം, തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം, പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ മടപ്പുര, വടക്കൻ കേരളത്തിലെ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം, തളിപ്പറമ്പിലെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രൗദ്രഭാവ പ്രതിഷ്ഠയിലുള്ള തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം, അഞ്ചരക്കണ്ടിപ്പൊടിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന പെരളശ്ശേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, മൃദംഗരൂപിണിയായ ആദിപരാശക്തി കുടികൊള്ളുന്ന മുഴക്കുന്ന് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം, ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം, മാടായിക്കാവ് മഹാദേവി ക്ഷേത്രം, മാമാനിക്കുന്ന മഹാദേവി ക്ഷേത്രം, തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം, കൂടാതെ രാമായണ മാസത്തിലെ നാലമ്പല ദർശനം നടത്തി വരുന്നതുമായ നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രം, പെരിഞ്ചേരി ശ്രീ ലക്ഷ്മണ ക്ഷേത്രം, എളയാവൂർ ഭരതക്ഷേത്രം, പായം ശത്രുഘ്ന ക്ഷേത്രം തുടങ്ങി അതിപ്രാചീനവും പ്രസിദ്ധവുമായ ക്ഷേത്രങ്ങളാൽ അനുഗ്രഹീതമായ ജില്ലയാണ് കണ്ണൂർ. ഇന്നത്തെ പഠന ക്ലാസ്സിൽ എത്തിച്ചേർന്ന മുഴുവൻ യോഗ ബന്ധുക്കളെയും കുടുംബാംഗങ്ങളെയും സമിതിയുടെ പേരിലും എന്റെ സ്വന്തം പേരിലും സ്വാഗതം ചെയ്യുന്നു. നാരായണീയം ഭജിക്കുന്നതിലൂടെ നമുക്ക് ദൈവാധീനം അഥവാ ദൈവാനുഗ്രഹം പ്രാപ്തമാവുന്നു. സർവ സംരക്ഷണത്തിന്റെയും പ്രപഞ്ച നിയന്ത്രണത്തിന്റെയും പരമമോക്ഷത്തിന്റെയും ആപത്തുകളിൽ രക്ഷകനായും ഐശ്വര്യത്തിന്റെയും ആരോഗ്യത്തിന്റെയും സർവ്വതിന്റെയും അധിപനായ ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ നാരായണീയം 68-ാം അധ്യായം പഠന ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ പഠന ക്ലാസ്സിൽ ധ്യാന ശ്ലോകം ചൊല്ലുന്നത് SPYSലെ കൊച്ചുമക്കളാണ്. ശിവനന്ദനും ദേവമിത്രണ്ണനും. ഇരുവരെയും ധ്യാന ശ്ലോകം ചൊല്ലുന്നതിനായി സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. അഗജാനന പദ്മാർകം ഗജാനന മഹനിശം അനേകദന്തം പദ്മനാഭ ഏകദന്തമുപാസ്മഹേ ഏകദന്തമുപാസ്മഹേ. ശ്രീ ഗണപതി നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ശ്രീ ദക്ഷിണാമൂർത്തയേ നമഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശ്രീ മഹാസരസ്വതേ നമഃ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരി ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ
ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സർവം കൃഷ്ണാർപ്പണമസ്തു. നാരായണീയം 68-ാം അധ്യായത്തിന്റെ ചാൻഡിങ് ഗൈഡൻസ് നൽകുന്നത് ചെറുകുന്ന് സ്വദേശിയായ നമ്മുടെ പ്രിയപ്പെട്ട ലതാ ദിവാകർ അക്കയാണ്. അതുപോലെ ചാൻഡിങ് റിപ്പീറ്റേഷൻ ചെയ്യുന്നത് നമ്മുടെ യോഗബന്ധുക്കളായ 10 പേർ ചേർന്നാണ്. ഓരോരുത്തരെയായി നമുക്ക് പരിചയപ്പെടാം. കണ്ണൂർ എളയാവൂർ സ്വദേശിയായ ജയന്തൻ അണ്ണൻ, പയ്യന്നൂർ രാമന്തള്ളി സ്വദേശിനിയായ രുക്മിണി അക്ക, കണ്ണൂർ പള്ളിക്കുന്ന് സ്വദേശിനിയായ നിഷ അക്ക, പെർലശ്ശേരി സ്വദേശിനിയായ സലിന അക്ക, അലവിൽ സ്വദേശിനിയായ പ്രഭാ ഉമേഷ് അക്ക, പാലയാട് സ്വദേശിനിയായ ശശികുമാരി അക്ക, കൂടാളി സ്വദേശിനിയായ സോന അക്ക, തലശ്ശേരിക്കടുത്ത് ധർമ്മടം സ്വദേശിനിയായ ബീന അക്ക, പാലയാട് സ്വദേശികളായ ജയലക്ഷ്മി അക്കയും സുസ്മിനാഥനും എല്ലാവരെയും ഏറെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. ചാൻഡിങ് ഗൈഡൻസിനായി ലതാ ദിവാകർ അക്കയെ ക്ഷണിക്കുന്നു. ഹരി ഓം. ഹരിശ്രീ ഗണപതയേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ദശകം 68 ഗോപികളുടെ പരമാഹ്ലാദം. സമ്മതാവൃത്തത്തിലാണ് ഇത് രചിച്ചിരിക്കുന്നത്. നാരായണീയ പുസ്തകത്തിൽ ഇല്ലെങ്കിലും വരികളുടെ മധ്യത്തിൽ കൃഷ്ണ എന്നു ചേർക്കണം. 8-ാമത്തെ ശ്ലോകത്തിൽ രാധേ എന്നും 9-ാമത്തെ ശ്ലോകത്തിന്റെ ആദ്യത്തെ 2 വരിയിലും കൂടി രാധ എന്നും ചേർക്കണം. മറ്റെല്ലാ ശ്ലോകങ്ങളിലും കൃഷ്ണ എന്നാണ് ചേർക്കേണ്ടത്. ഏവരും തങ്ങളുടെ ബുക്കിൽ മാർക്ക് ചെയ്താൽ വളരെ നന്നായിരുന്നു. 65 മുതലുള്ള 5 ദശകങ്ങൾ ചേർന്നതിനെ രാസപഞ്ചദശായിനി എന്ന് പറയുന്നു. ഇതിലെ 4-ാമത്തെ അധ്യായമാണ് നാം ഇന്നിവിടെ പഠിക്കുന്നത്. ഗോപികൾ കൃഷ്ണൻ അവരുടെ സ്വന്തമാണെന്ന് കരുതി അഹങ്കരിച്ച ഉടനെ കൃഷ്ണൻ അപ്രത്യക്ഷനായത് നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ കണ്ടു. അവരുടെ അഹങ്കാരം ശമിച്ച ഉടനെ കൃഷ്ണൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരുടെ ആഹ്ലാദ പ്രകടനവും അവർ അങ്ങനെ അജ്ഞാനം ഇല്ലാതായി ജ്ഞാനത്തിന്റെ പരമാനന്ദത്തിൽ എത്തിച്ചേരുന്നതുമാണ് ഈ ദശകത്തിൽ നാം പഠിക്കുന്നത്. നമുക്കിനി ആദ്യ ശ്ലോകത്തിന്റെ പദച്ഛേദത്തിൽ നിന്ന് തുടങ്ങാം. പദച്ഛേദം: തവ വിലോക ഗോപികാ ജനഃ പ്രമദ സങ്കുലാഹ പങ്കജേക്ഷണ അമൃതധാരയാ സംപ്ലുതാ ഇവ സ്ഥിമിതതാം ദദുഹു ത്വത് പുരോഗതഃ. ശ്ലോകം: തവ വിലോകനാത് കൃഷ്ണ ഗോപികാ ജനാഃ പ്രമദ സങ്കുലാ കൃഷ്ണ പങ്കജേക്ഷണ. തവ വിലോകനാത് കൃഷ്ണ ഗോപികാ ജനാ പ്രമദ സങ്കുലാ കൃഷ്ണ പങ്കജേക്ഷണ. അമൃതധാരയാ കൃഷ്ണ സംപ്ലുതാ ഇവ സ്ഥിമിതതാം ദദൂ കൃഷ്ണ ത്വത്പുരോഗതാ. അമൃതധാരയാ കൃഷ്ണ സംപ്ലുതാ ഇവ സ്ഥിമിതതാം ദധൂ കൃഷ്ണ ത്വത്പുരോഗതാ. തവ വിലോകനാത് കൃഷ്ണ ഗോപികാ ജനാഃ പ്രമദ സങ്കുലാ കൃഷ്ണ പങ്കജേക്ഷണ. അമൃതധാരയാ കൃഷ്ണ സംപ്ലുതാ ഇവ സ്ഥിമിതതാം ദധൂ കൃഷ്ണ ത്വത്പുരോഗതാ. തവ വിലോകനാത് കൃഷ്ണ ഗോപികാ ജനാ പ്രമദ സങ്കുലാ കൃഷ്ണ പങ്കജേക്ഷണ. അമൃതധാരയാ കൃഷ്ണ സംപ്ലുതാ ഇവ സ്ഥിമിതതാം ദധൂ കൃഷ്ണ ത്വത്പുരോഗതാ. ശ്ലോകം 2 പദച്ഛേദം: തദനു കാഞ്ചന ത്വത്കരാംബുജം സപതി കൃഷ്ണതി നിർവിസംഗിത ഘനപയോധരേ സന്നിധായ
सा पुलकसंवृता तस्थुषी चिरम्. श्लोकम् तदनु काञ्चना कृष्ण त्वत्कराम्बुजम् सपदि कृष्णदी कृष्णा निर्विशङ्गिता. तदनु काञ्चना कृष्ण तत्कराम्बुजम् सपदि गृह्णति कृष्ण निर्विसङ्गिता. घनपयोधरे कृष्ण सन्निधाय सा पुलकसंवृता कृष्ण तस्थुषी चिरम्. घनपयोदरे कृष्ण सन्निधाय सा पुलकसंवृता कृष्ण तस्तुषी चिरम्. तदनु काञ्चना कृष्ण त्वत्कराम्बुजम् सपदि कृष्णदी कृष्ण निर्विशङ्गिता. घनपयोधरे कृष्ण सन्निधाय सा पुलकसंवृता कृष्ण तस्थुषी चिरम्. तदनु काञ्चना कृष्ण तत्कराम्बुजम् सपदि गृह्णति कृष्ण निर्विसङ्गिता. घनपयोधरे कृष्ण सन्निधाय सा पुलकसंवृता कृष्ण तस्तुषी चिरम्. ശ്ലോകം 3 പദച്ഛേദം. തവ വിഭോ പരാ കോമളം ഭുജം നിജഗളാന്തരേ പര്യവേഷ്ടയ ഗളസമുദ്ഗതം പ്രാണമാരുത പ്രതിനിരുന്ധതി ഇവ അതിഹർഷുല. ശ്ലോകം തവ വിഭോ പരാ കൃഷ്ണ കോമളം ഭുജം നിജഗളാന്തരേ കൃഷ്ണ പര്യവേഷ്ടയ. तव विभो परा कृष्णा कोमलम्बुजं निजगणान्तरे कृष्णा पर्यवेष्टय. ഗളസമുദ്ഗതം കൃഷ്ണ പ്രാണമാരുതം പ്രതിനിരുന്ധതി കൃഷ്ണ വാദിഹർഷുല. गलसमद्गदं कृष्णा प्राणमारुतं प्रतिनिरुन्धति कृष्णा वादिहर्षुला. തവ വിഭോ പരാ കൃഷ്ണ കോമളം ഭുജം നിജഗളാന്തരേ കൃഷ്ണ പര്യവേഷ്ടയ ഗളസമുദ്ഗതം കൃഷ്ണ പ്രാണമാരുതം പ്രതിനിരുന്ധതി കൃഷ്ണ വാദിഹർഷുല. तव विभो परा कृष्णा कोमलम्बुजं निजगणान्तरे कृष्णा पर्यवेष्टय. गलसमुद्गतं कृष्णा प्राणमारुतं प्रतिनिरुन्धति कृष्णा वादिहर्षुला. ശ്ലോകം 4 പദച്ഛേദം. അപഗതത്രപ കാപി കാമിനി തവ മുഖ അംബുജാത് പൂഗചർവിതം പ്രതിഗൃഹ്യ തത് വക്രപങ്കജേ നിദധതി ഗദാ പൂർണ്ണകാമദം. ശ്ലോകം അപഗതത്രപാ കൃഷ്ണ കാപി കാമിനി തവ മുഖാംബുജാത് കൃഷ്ണ പൂഗചർവിതം. अपगदत्रपा कृष्णा कापि कामिनी तव मुखाम्बुजात् कृष्णा पूगचर्वितम्. प्रतिगृह्यता कृष्ण वक्त्रपङ्कजे निदधति गदा कृष्ण पूर्णकामदा. प्रतिगृह्यता कृष्णा दक्षपङ्कजे निदधति गदा कृष्णा पूर्णकामदा. अपगदात्रपा कृष्ण कापि कामिनी तव मुखाम्बुजात् कृष्ण पूगचर्विदम्. प्रतिगृह्यता कृष्ण वक्त्रपङ्कजे निदधति गदा कृष्ण पूर्णकामदा.
अपगदत्रपा कृष्णा काभिकामिनी तव मुखाम्बुजात् कृष्णा पूकचर्वितम् प्रतिगृह्य तत् कृष्णा वक्त्रपङ्कजे निदधति गदा कृष्णा पूर्णकामदा. ശ്ലോകം 5 പദച്ഛേദം. വികരുണഃ വനേ സംവിഹായ മാം അപഗതഃ അസ്സിക ത്വാം ഇഹ സംപൃശേത് ഇതി സരോഷയാ താവത് ഏകയാ സജലലോചനം വീക്ഷിതഃ ഭവാൻ. ശ്ലോകം. വികരുണോ വനേ കൃഷ്ണ സംവിഹായ മാ അപഗതോऽसि का कृष्णा तामिह स्पृशे. विगरुणो वने कृष्णा संविहाय मा अपगतोऽसि का कृष्णा तामिह स्पृशेत्. इति सरोषया कृष्ण तावदेकया सजललोचनं कृष्ण वीक्षितो भवान्. इति सरोक्षया कृष्णा तावदेकया सजललोचनं कृष्णा वीक्षितो भवान्. विकरुणो वने कृष्ण संविहाय मा अपगतोऽसि का कृष्ण त्वामिह स्पृशेत्. इति सरोषया कृष्ण तावदेकया सजललोचनं कृष्ण वीक्षितो भवान्. विकरुणो वने कृष्णा संविहाय मा अपगतोऽसि का कृष्णा त्वामिह स्पृशेत्. इति सरोक्षया कृष्णा तावदेकया सजललोचनं कृष्णा वीक्षितो भवान्. ശ്ലോകം 6 പദച്ഛേദം. ഇതി മുദാ അകുലേ വല്ലവീ ജനൈഃ സമം ഉപാഗതാഃ യാമുനേ തടേ മൃദുകുജ അംബരൈഃ കൽപിത ആസനേ ഖുസ്രണഭാസുരേ പര്യശോഭതാഃ. ശ്ലോകം. ഇതി മുദാകുലൈർ കൃഷ്ണ വല്ലവീ ജനൈഃ സമമുപാഗതോ കൃഷ്ണ യാമുനേ തടേ. इति मुदाकुलैर्कृष्ण वल्लवीजनैः सममुपागतो कृष्ण यामुने तटे. मृदुकुजाम्बरै कृष्ण कल्पिदासने खुसृणभासुरै कृष्ण पर्यशोभधा. मृदुकुजाम्बरे कृष्ण कल्पितासने कुसृणभासुरे कृष्ण पर्यशोभताः. इति मुदाकुलैर् कृष्ण वल्लवी जनैः सममुपागतो कृष्ण यामुने तटे. मृदुकुजाम्बरे कृष्ण कल्पिदासने कुसृणभासुरे कृष्ण पर्यशोभधा. इति मुदाकुलैर्कृष्ण वल्लवीजनैः सममुपागतो कृष्ण यामुने तटे. कृष्ण कल्पासने कुसृणभासुरे कृष्ण पर्यशोभताः. ശ്ലോകം 7 പദച്ഛേദം. കതിവിധാ കൃപാ കേ അപി സർവതഃ ധൃതദയ ഉദയാഃ കേചിത് ആശ്രിതേ കദിചിത് ഈദൃശാഃ മാ ദൃശേഷു അപി ഇതി അഭിഹിതാഃ ഭവാൻ വല്ലവീ ജനൈഃ. ശ്ലോകം.
कथिविता कृपा कृष्णा केऽपि सर्वतो धृतदयोदया कृष्णा केचिदाश्रिते कतिविधा कृपा कृष्णा केऽपि सर्वतो धृतदयोदया कृष्णा केचिदाश्रिते कदिचिदीदृशा कृष्णा मादृशेष्वपि अभिहितो भवान् कृष्णा वल्लवी जने कतिचिदेदृशा कृष्णा माद्यशेष्वपि व्यभिहितो भवान् कृष्णा वल्लवी जनैः कतिविधा कृपा कृष्णा केऽपि सर्वतो धृतदयोदया कृष्णा केचिदाश्रिते कदिचिदीदृशा कृष्णा मादृशेष्वपि अभिहितो भवान् कृष्णा वल्लवी जनैः कतिविधा कृपा कृष्णा केऽपि सर्वतो धृतदयोदया कृष्णा केचिदाश्रिते कतिचिदीदृशा कृष्णा माद्यशेष्वपि व्यभिहितो भवान् कृष्ण वल्लवी जनैः श्लोकम् 8 पदच्छेदम् ऐ कुमारिका न एव शङ्क्यतां कठिनतामयी प्रेमकादरे मयिदु चेदसः वः अनुवृत्तये कृतमिदं मया इति ऊचिवान् भवान् श्लोकम् ऐ कुमारिका रथेनैव शङ्क्यताम् कठिनतामयी रथे प्रेमकादरे ऐ कुमारिका राधेनैव शङ्क्यता कठिनतामयी राधे प्रेमकातरे मयि तु चेदसो रथेवोऽनुवृत्तये कृतमिदं मये रथेत्यूचिवान् भवान् मयि तु चेतसो राधेवोऽनुवृत्तये कृतमिदं मये राधेत्यूचिवान् भवान् ऐ कुमारिका रथेनैव शङ्क्यताम् कठिनतामयी रथे प्रेमकादरे मयि तु चेदसो रथे वोऽनुवृत्तये कृतमिदं मये रथेत्यूचिवान् भवान् ऐ कुमारिका राधेनैव शङ्क्यता कठिनतामयी राधे प्रेमकातरे मयि तु चेतसो राधेवोऽनुवृत्तये कृतमिदं मये राधेत्यूचिवान् भवान् ഒൻപതാമത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ രണ്ട് വരിയിലും രാധ എന്നും മൂന്നാമത്തെ നാലാമത്തെ വരിയിൽ കൃഷ്ണ എന്നും ചേർക്കണം. പദച്ഛേദം ഐ നിശമ്യതാം ജീവവല്ലഭ പ്രിയതമഃ ജനഃ നേദൃശഃ മമ തത് ഇഹ രമ്യതാം രമ്യയാമിനീഷു അനുപരോധം ഇതി ആലപോ വിഭോ ശ്ലോകം ഐ നിശമ്യതാം രാധേ ജീവവല്ലഭ പ്രിയതമോ ജനോ രാധേ നേദൃശോ മമ ऐ निशम्यतां राधे जीववल्लभा प्रियतमो जनो राधे नेदृशो मम തഹിത രമ്യതാം കൃഷ്ണ രമ്യയാമിനീഷു അനുപരോധമീ കൃഷ്ണ ആലപോ വിഭോ तदिह रम्यतां कृष्णा रम्ययामिनीषु अनुपुरोदमी कृष्णा आलपो विभो ഐ നിശമ്യതാം രാധേ ജീവവല്ലഭ
പ്രിയതമോ ജനോ രാധേ നേദൃശോ മമ തദിഹ രമ്യതാം കൃഷ്ണ രമ്യയാമിനീഷു അനുപരോധമീ കൃഷ്ണ ആലപോ വിഭോ ഐ നിശമ്യതാം രാധേ ജീവവല്ലഭാ പ്രിയതമോ ജനോ രാധേ നേദൃശോ മമ തദിഹി രമ്യതാം കൃഷ്ണ രമ്യയാമിനി ശു അനുപുരോധമീ കൃഷ്ണ ആലപോ വിഭോ. ശ്ലോകം 10 പദച്ഛേദം. ഇതി ഗിരാ അധികം മോദമേതുരൈഃ പ്രജവധൂജനൈഃ സാകം ആരമൻ കലിത കൗതുകഃ രാസഖേലനെ ഗുരുപുരീപദേ പാഹി മാം ഗതാത്. ശ്ലോകം. ഇതി ഗിരാധികം കൃഷ്ണമോദമേതുരൈ വ്രജവധൂജനേ കൃഷ്ണ സാകമാരമൻ. ഇതി ഗിരാധികം കൃഷ്ണമോദമേതുരൈർ വ്രജവധൂജനൈ കൃഷ്ണ സാകമാരമൻ കലിത കൗതുകോ കൃഷ്ണ രാസഖേലനേ ഗുരുപുരീപദേ കൃഷ്ണ പാഹി മാം ഗതാത്. കലിത കൗതുകോ കൃഷ്ണ രാസഖേലനേ ഗുരുപുരീപദേ കൃഷ്ണ പാഹി മാം ഗതാൽ. ഇതി ഗിരാധികം കൃഷ്ണമോദമേതുരൈ വ്രജവധൂജനേ കൃഷ്ണ സാകമാരമൻ കലിത കൗതുകോ കൃഷ്ണ രാസഖേലനേ ഗുരുപുരീപദേ കൃഷ്ണ പാഹി മാം ഗതാത്. ഗുരുപുരീപദേ കൃഷ്ണ പാഹി മാം ഗതാത്. ഗുരുപുരീപദേ കൃഷ്ണ പാഹി മാം ഗതാത്. ഇതി ഗിരാധികം കൃഷ്ണമോദമേതുരൈ വ്രജവധൂജനൈ കൃഷ്ണ സാകമാരമൻ കലിത കൗതുകോ കൃഷ്ണ രാസഖേലനേ ഗുരുപുരീപദേ കൃഷ്ണ പാഹി മാം ഗതാൽ. ഗുരുപുരീപദേ കൃഷ്ണ പാഹി മാം ഗതാൽ. ഗുരുപുരീപദേ കൃഷ്ണ പാഹി മാം ഗതാൽ. ശ്രീ ഹരയേ നമഃ. ശ്രീ പൊന്നു ഗുരുവായൂരപ്പനേ ശരണം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 10 ശ്ലോകങ്ങളുടെയും വിവരണം നൽകുന്നത് നമ്മുടെ 4 യോഗ ബന്ധുക്കളാണ്. തലശ്ശേരി മേലൂർ സ്വദേശിയായ ജയരാജണ്ണൻ, കണ്ണൂർ താവക്കര സ്വദേശിനിയായ സുനൈനക്ക, കൂത്തുപറമ്പ് സ്വദേശിയായ ഓമനാക്ക, തോട്ടട സ്വദേശിനിയായ വസുമതിയാക്ക എന്നിവർ ചേർന്നാണ് നാരായണീയം പഠന ക്ലാസ്സിൽ 4 പേരെയും ക്ഷണിക്കുന്നു. ഹരി ഓം ജയരാജണ്ണ. ഹരി ഓം അണ്ണ. ഹരി ഓം. ഇത് നമ്മുടെ 68ാമത്തെ ദശകമാണ് ഗോപീജന പുനഃസമാഗമം. അതായത് ഭഗവാൻ ഗോപികമാരുമായി പുനഃസമാഗമം ആണ് ഇവിടെ ഭട്ടതിരിപ്പാട് വിവരിച്ചിരിക്കുന്നത്. ഗോപിക ജനങ്ങളുടെ ദുഃഖ നിവാരണം നടത്തി ഭഗവാൻ ഗോപികളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് ഈ ദശകത്തിന്റെ പ്രത്യേകത. 1-2 ശ്ലോകങ്ങളുടെ വിശദീകരണമാണ് ഞാനിവിടെ പറയുന്നത്. ഗോപികമാരിൽ നിന്നും ഭഗവാൻ അപ്രത്യക്ഷമാവുകയും പിന്നീട് അവരുടെ സങ്കടങ്ങൾക്ക് മുമ്പിൽ ഭഗവാൻ അലിഞ്ഞ് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഗോപികമാരിൽ ഉണ്ടായ അവരുടെ സന്തോഷാധിക്യത്താൽ ഉണ്ടായ അവരുടെ അവസ്ഥയാണ് ഭട്ടതിരിപ്പാട് ഇവിടെ വർണ്ണിക്കുന്നത്. ഭഗവാൻ എനിക്ക് ഗോപികമാരിൽ നിന്നും ഭഗവാൻ ഗോപികമാരിൽ നിന്നും മറഞ്ഞ ഉള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദശകത്തിൽ, അതായത് 67ാമത്തെ ദശകത്തിൽ ഗോപി ഗർവ പ്രശമനം അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. എങ്കിലും അതിലെ കുറച്ച് കാര്യങ്ങൾ കൂടി ഇവിടെ സൂചിപ്പിക്കേണ്ടതായി ഉണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ
ചുരുക്കം ഇവിടെ പറയാം. ഭഗവാൻ തങ്ങളിൽ മാത്രം മുഴുകിയിരിക്കുകയാണ് എന്നുള്ള സങ്കല്പത്തിൽ ഗോപികമാർ അഹങ്കരിക്കുകയാണ്. അവരുടെ മനസ്സുകളിൽ അഹങ്കാരം നിറഞ്ഞപ്പോൾ ഭഗവാൻ അത് ശമിപ്പിക്കുന്നതിനായി സ്വയം അവരിൽ നിന്നും മാറി നിന്നു. ഭഗവാനെ കാണാതായപ്പോൾ ഗോപികമാർ വല്ലാതെ വിഷമിച്ചു. കാളിന്തി തീരത്തുള്ള വള്ളികളോടും മരങ്ങളോടും പുഷ്പങ്ങളോടും അവർ കണ്ണനെ അന്വേഷിച്ചു നടന്നു. എന്നാൽ ഭഗവാനെ കണ്ടുവിടാത്ത നിരാശരായ ഗോപികമാർ കാളിന്തി തീരത്ത് ദുഃഖിതരായി നിൽക്കുന്ന അവസരത്തിലാണ് ഭഗവാൻ തന്റെ സുന്ദര രൂപത്തിൽ മഞ്ഞപ്പട്ട് വസ്ത്രം ധരിച്ച് അവരുടെ മുമ്പിൽ പുഞ്ചിരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടത്. അതിൽ നിന്നും ഭഗവാൻ നമുക്കൊരു വലിയ സന്ദേശം കൂടിയാണ് നൽകുന്നത്. നമ്മുടെ മനസ്സിൽ എന്നും ഭഗവാൻ ഉണ്ടായിരിക്കണം. അത് മാറി മനസ്സിൽ അഹങ്കാരം അതുപോലുള്ള നെഗറ്റീവ് ചിന്തകൾ മനസ്സിൽ ഉണർന്നാൽ നമ്മിൽ ഭഗവത് ചൈതന്യം അവിടെ നഷ്ടമാവുകയാണ്. ഭഗവാൻ ചൈതന്യമുണ്ടെങ്കിൽ എല്ലാ സമയങ്ങളിലും ഭഗവാന്റെ ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഭഗവാൻ ഇവിടെ നൽകുന്നത്. നമുക്കിവിടെ 1 മുതൽ 7 വരെ ശ്ലോകങ്ങളിൽ ഗോപികമാർ ഭഗവാനെ കാണാതെ നിരാശയോടെ ഇരിക്കുന്ന സമയം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഓരോരുത്തർക്കും ഉണ്ടായ അവസ്ഥയാണ് ഇവിടെ വിവരിക്കുന്നത്. 1-2 ശ്ലോകങ്ങൾ വായിക്കാം. തവ വിലോകനാഥ് കൃഷ്ണ ഗോപികാ ജന പ്രമദ സങ്കുല കൃഷ്ണ പങ്കജേക്ഷണ അമൃതധാരയാ കൃഷ്ണ സംപ്ലുത ഇവ സ്ഥിമിതതാം ധതു കൃഷ്ണ സ്തുത്പുരോഗത. അതിന്റെ വാക്കുകളുടെ അർത്ഥം നോക്കാം. പങ്കജേക്ഷണ അല്ലയോ താമരക്കണ്ണ, താമര ഇതളുകൾ പോലെ കണ്ണുകളുള്ള കൃഷ്ണ, തവ വിലോകനാൽ ഗോപികാ ജന, അങ്ങയെ വീണ്ടും കണ്ടപ്പോൾ ആ ഗോപ സ്ത്രീകൾ പ്രമദ സങ്കുല മതം പിടിച്ചവരെ പോലെ പരമാനന്ദ പരവശരായി, അമൃതധാരയ സംപ്ലുത അമൃതധാരയിൽ മുങ്ങിക്കുളിച്ചവരെ പോലെ, അതായത് അമൃത പ്രവാഹത്തിൽ മുങ്ങിയവരെ പോലെ, ത്വത്പുരോഗത അങ്ങയുടെ മുൻപിൽ വെച്ച്, സ്ഥിമിതതാം നിശ്ചേഷ്ടരായി ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ പോലെ നിന്നു എന്നുള്ളതാണ് അതിന്റെ ഓരോ വാക്കുകളുടെ അർത്ഥം. ഹേ താമരക്കണ്ണനായ കൃഷ്ണ, ഭഗവാനെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് താമര ഇതളുകൾ പോലെ മനോഹരമായ കണ്ണുകളുള്ള ഭഗവാനെ എന്നാണ് ഇവിടെ ഭട്ടതിരിപ്പാട് ഭഗവാനെ പറ്റി ഉപമിച്ചിരിക്കുന്നത്. ആ ഗോപബാലികമാർ അങ്ങയെ പെട്ടെന്ന് കണ്ടപ്പോൾ ആ ദർശന സൗഭാഗ്യത്താൽ അതിരറ്റ ആനന്ദത്താൽ പരവശരായി പോയി. അമൃതധാരയിൽ മുങ്ങിക്കുളിച്ചവരെ പോലെ, അതായത് അമൃതധാരയിൽ മുങ്ങി നിൽക്കുന്നവരെ പോലെ അത്രമാത്രം ആനന്ദ പരവശരായി അങ്ങയുടെ മുമ്പിൽ വന്ന് അനങ്ങാതെ നിൽക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അവർക്ക് അറിയുന്നില്ല, എന്ത് പ്രവർത്തിക്കേണ്ടതെന്ന് പോലും അവർക്ക് അറിയുന്നില്ല. ആ അവസ്ഥയിൽ അവർ അങ്ങയുടെ മുമ്പിൽ വെച്ച് വന്ന് അനങ്ങാതെ നിൽക്കുകയാണ് എന്നാണ് ഈ ആദ്യത്തെ 1-ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം വരുന്നത്. 2-ാമത്തെ ശ്ലോകം നോക്കാം. തദനു കാജന കൃഷ്ണ ത്വത്കരാംബുജം സബതി ഗൃഹ്ണതി കൃഷ്ണ നിർവിശങ്കിത ഘനപയോധരേ കൃഷ്ണ സന്നിധായ സ പുളക സംവൃത കൃഷ്ണ തസ്തുഷിചിരം. വാക്കുകളുടെ അർത്ഥം നോക്കാം. തദനു കാജന ത്വൽക്കരാംബുജം, അനന്തരം ഒരു ഗോപസ്ത്രീ അങ്ങയുടെ താമരപ്പൂ പോലെ മൃദുലമായ കരങ്ങൾ, മനോഹരമായ കരങ്ങൾ, നിർവിശങ്കിത ഒട്ടും ശങ്കയില്ലാതെ, ഒട്ടും ലജ്ജയില്ലാതെ, സങ്കോചമില്ലാതെ, സബതി ഗൃഹ്ണതി പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് കടന്നു പിടിച്ചു, ഘനപരയോധരെ സന്നിധായസ തന്റെ തടിച്ച മാറിടത്തിൽ വെച്ച് അവൾ പുളക സംവൃത തസ്തുഷീചിരം സ്വയം പുളകിത ഗാത്രിയായി ഏതോ ഒരു അവസ്ഥയിൽ നിന്നുപോയി, സ്ഥലകാല ബോധം ഇല്ലാതെ ഇങ്ങനെ നിന്നുപോയി. അതിന്റെ അർത്ഥം നോക്കാം. അതിനുശേഷം ഒരു ഗോപസ്ത്രീ അവർക്ക് സ്ഥലകാല ബോധം പോലും ഇല്ലാതെ, യാതൊരു ശങ്കയോ അല്ലെങ്കിൽ ലജ്ജയോ ഇല്ലാതെ ഭഗവാനെ അങ്ങയുടെ മനോഹരമായ താമരപ്പൂ പോലെ മൃദുലമായ ആ കരം കടന്നു പിടിച്ച് അവൾ തന്റെ ഉയർന്ന മാറിടത്തിൽ അമഴ്ത്തി വെച്ച് പുളകിതയായി പോവുകയാണ്, പുളകിത ഗാത്രിയായി അങ്ങനെ നിന്നു പോവുകയാണ്. ഭഗവാനെ പെട്ടെന്ന് കണ്ടതിലുണ്ടായ അവർണ്ണനീയമായ ആ പ്രേമ പാരവശ്യങ്ങളിൽ അവർക്ക് എന്താണ് ചെയ്യുന്നതെന്ന് പോലും അറിയാത്ത അവസ്ഥയിൽ അവർ ഓരോ ഗോപസ്ത്രീകളിലും ഇങ്ങനെ ഉള്ള ഒരു അവസ്ഥയിലാണ് അവരുണ്ടായത്. ഹരി ഓം. 2-ാമത്തെ ശ്ലോകം. അടുത്ത 3-ാമത്തെ ശ്ലോകം.
സുനീനക്ക. ഹരിയോം സുനീനക്ക. ഹരി ഓം. മൂന്നാമത്തെ ശ്ലോകം നോക്കാം. തവ വിഭോ പരാ കൃഷ്ണ കോമലം ഭുജം നിജകലാന്തരേ കൃഷ്ണ പര്യവേഷ്ടയത് കലസമുദ്ഗതം കൃഷ്ണ പ്രാണമാരുതം പ്രതിനിരുന്ദതി കൃഷ്ണ പാതി ഹർഷുല. പദങ്ങളുടെ അർത്ഥം നോക്കാം. ഹേ വിഭോ, അല്ലയോ സർവശക്തനായുള്ള ഭഗവാനെ, പരാ ആദിഹർഷുല, മറ്റൊരു ഗോപി അത്യാധികം സന്തോഷത്തോടുകൂടി, തവ കോമളാംബുജം, നിൻ തിരുവടിയുടെ മൃദുലമായ കൈ, ഗളസമുദ്ഗതം, കണ്ഠനാളത്തിൽ നിന്നു പുറത്തെത്തുന്ന പ്രാണമാരുത്തം, പ്രാണവായുവിനെ, പ്രതിനിരുന്തത്തി ഇവ, തടഞ്ഞു നിർത്തുവാനാണോ എന്നു തോന്നുന്ന പോലെ, നിജകളാന്തരെ, തന്റെ കഴുത്തിൽ, പര്യവേഷ്ടയത്, ചുറ്റി കെട്ടി. വിശദീകരണം. ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ ഭഗവാൻ എത്രമാത്രം നമുക്ക് അധീനനാണ് എന്ന് തെളിയിക്കുകയാണ്. ഭക്തിയുള്ളവർക്ക് ഭഗവാനെ കൊണ്ടും എന്തും ചെയ്യിക്കാം എന്ന് അറിയിക്കുകയാണ്. ദശകം 67 ഞങ്ങൾ കണ്ടതാണ്, ഗോപിമാർക്ക് ഗർവശമനം ചെയ്യുവാൻ ഭഗവാൻ കുറച്ചു നേരത്തേക്ക് അപ്രത്യക്ഷനായി. ഭഗവാനിൽ നിന്നുള്ള അകൽച്ചയിൽ ശരീരത്തിൽ നിന്ന് പ്രാണം വിട്ടുപോകുന്ന പോലെ അനുഭവം ഉണ്ടായി. പുറത്തേക്ക് പോകുവാൻ നിൽക്കുന്ന പ്രാണനെ തടഞ്ഞു നിർത്തുവാൻ വേണ്ടി ഒരു ഗോപസ്ത്രീ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട ആനന്ദത്തിൽ ഭഗവാനോട് അനുവാദം ചോദിക്കാതെ ഭഗവാന്റെ മൃദുലമായ കൈകൾ പിടിച്ച് തന്റെ കഴുത്തിൽ ചുറ്റിക്കെട്ടി. ഭഗവാനും തന്റെ പ്രിയതമകളായ ഗോപീജനങ്ങൾക്ക് ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാൻ സാധിക്കട്ടെ എന്നു കരുതി നിശ്ചലനായി നിന്നുകൊടുത്തു. ഇനിയും ഭഗവാനോടൊപ്പം ചേർന്നിരിക്കണം എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടി ആ ഗോപി അപ്രതീക്ഷിതമായി ഈ ചേഷ്ട കാണിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അടുത്ത ശ്ലോകം നോക്കാം. ശ്ലോകം 4. അപഗതാതൃപാ കൃഷ്ണ കാപി കാമിനി തവ മുഖാംബുജാത് കൃഷ്ണ പൂഗചർവിതം പ്രതിഗൃഹയ്യ തത് കൃഷ്ണ വക്ത്രപങ്കജേ നിദദതി ഗതാ കൃഷ്ണ പൂർണകാമതാം. അപ്പോൾ പദങ്ങളുടെ അർത്ഥം: അപഗതാതൃപ, യാതൊരു ലജ്ജയില്ലാതെ, കാ അപി കാമിനി, വേറൊരു ഗോപസുന്ദരി, തവ മുഖാംബുജാത്, ഭഗവാന്റെ വായിൽ നിന്ന് തന്റെ കൈകളിലേക്ക്, പൂഗചർവിതം, ഭഗവാൻ ചവച്ച വെത്തിലച്ചാറിനെ, തദ് വക്ത്ര പങ്കജെ, തന്റെ വായിൽ വെച്ച്, നിദതി പ്രസാദമായി, പ്രതിഗൃഹ്യ സ്വീകരിച്ചു. വിവരണം നോക്കാം. എല്ലാവരും ഓർക്കണം, ഗോപിമാർ കൃഷ്ണനെ തിരിച്ചു കിട്ടിയ പരമ ആഹ്ലാദത്തിലാണ്. അങ്ങനെയുള്ളപ്പോ ഒരു സുന്ദരിയായ ഗോപസ്ത്രീ യാതൊരു ലജ്ജയില്ലാതെ, അതായത് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, അങ്ങനെ ചെയ്താൽ ശരിയാണോ എന്നുള്ള ചിന്തയൊന്നുമില്ലാതെ ഭഗവാന്റെ താമര പൂ പോലുള്ള വായിൽ നേദിച്ച താമ്പൂലം പ്രസാദമായി സ്വീകരിച്ചപ്പോൾ ഈ ജന്മത്തിൽ വേറെ ഒരു ആഗ്രഹവുമോ ഇല്ല എന്ന രീതിയിൽ പൂർണ്ണ സംതൃപ്തയായി. ഈ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് പറയുന്നത് ഈശ്വര പ്രസാദം, അത് പൂവാവട്ടെ ചന്ദനമാവട്ടെ പ്രസാദമായാലും അത് എന്തായാലും അത് സ്വീകരിക്കുമ്പോൾ ഉള്ള ഭക്തനിൽ ഉണ്ടാവുന്ന ഒരു അവസ്ഥ, അതിലുള്ള ഈശ്വര സാന്നിധ്യം പരമാനന്ദം നൽകുന്നതാണ്. അതുകൂടാതെ ഭഗവാനെ ഉപാസിക്കുമ്പോൾ സംശയമോ ലജ്ജയോ വേണ്ട. ഈശ്വര ധ്യാനത്തിൽ ഉറക്കെ പാടാം, ഉറക്കെ നാമം ജപിക്കാം, ആനന്ദ നൃത്തമാടാം. ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമേ ഇല്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഹരിയോം. ഭഗവാനെ കാണാതെ ദുഃഖിച്ചിരിക്കുന്ന ഗോപികളുടെ മുന്നിലേക്ക് അപ്രതീക്ഷിതമായി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോഴുണ്ടായ ആനന്ദാധിക്യവും
പ്രേമ പരവശതയുമാണ് 1 മുതൽ 4 വരെ ശ്ലോകങ്ങളിൽ നാം കണ്ടത്. യാതൊരു സങ്കോചവും കൂടാതെ ഓരോരുത്തരും ആനന്ദാതിരേകത്താൽ ചെയ്തു കൂട്ടുന്ന ചേഷ്ടകൾ വളരെ ഹൃദയസ്പർശിയായി ഭട്ടതിരിപ്പാട് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് നാം കണ്ടു. ഈ 5-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. വികരുണോ വനേ കൃഷ്ണ സംവിഹായ മാം അപഗതോസികാ കൃഷ്ണ ത്വാമിഹ സ്പൃശേത് ഇതി സരോഷയാ കൃഷ്ണ താവദേകയാ സജലലോചനം കൃഷ്ണ വീക്ഷിതോ ഭവാൻ. ഇവിടെ ഒരു ഗോപിക ഭഗവാന്റെ മുന്നിൽ പരിഭവം പറയുന്നതായിട്ടാണ് നാം കാണുന്നത്. വികരുണഹ അർത്ഥം നോക്കാം. വികരുണഹ കരുണയില്ലാതെ, വനേ മാം വിഹായ ഈ കാട്ടിൽ എന്നെ ഉപേക്ഷിച്ചിട്ട് പൊയ്ക്കളഞ്ഞില്ലേ, ഇഹ ത്വാ കാ സ്പൃശേ ആരാണ് അങ്ങയെ ഒന്ന് തൊടുക പോലും ചെയ്യുക എന്ന് പറഞ്ഞ് തിരിഞ്ഞു നിന്നു. ഇത് സരോഷയ രോഷത്തിലൂടെയാണ് ആ ഗോപിക ഇത് പ്രകടമാക്കിയത്. സജലലോചനം കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്ന ഗോപികയെ ഭഗവാൻ കണ്ടു. എല്ലാവർക്കും വികാരം പിടിച്ചു നിർത്താൻ സാധിച്ചെന്നു വരില്ല. വിജനമായ കാട്ടിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത് നിന്നെ ഏത് പെണ്ണാണ് സ്പർശിക്കുക പോലും ചെയ്യുക എന്ന് പറയും പോലെ ഒറ്റയ്ക്ക് നിന്ന് ആനന്ദ കണ്ണീർ പൊഴിക്കുന്ന ഗോപികയെയാണ് ഭഗവാൻ കണ്ടത്. ഗോപാംഗനമാരുടെ അമിതമായ ഭക്തിയും സ്നേഹത്തിന്റെ ആഴവുമാണ് ഇവിടെ പ്രകടമാകുന്നത്. ശ്ലോകം 6 കടക്കാം. ഇതി മുദാകുലൈർ കൃഷ്ണ വല്ലഭി ജനൈഹി സമമുപാഗതോ കൃഷ്ണ യാമുനേ തടേ മൃദുകുജാംബരൈ കൃഷ്ണ കൽപ്പിതാസനേ ഖുസൃണഭാസുരേ കൃഷ്ണ പര്യശോഭധാഃ. അർത്ഥം നോക്കാം. ഇതി ഇപ്രകാരം, ഇതി മുദാകുലൈഹി സന്തോഷത്താൽ ദുഃഖിതകളായിട്ടുള്ള, വല്ലഭീ ജനൈഹി സമം ഗോപികമാർ എല്ലാവരും ഒന്നിച്ച്, ഉപാഗത യാമുനേ തടേ യമുനാ തീരത്ത് എത്തിച്ചേർന്നു, മൃദു കുജാംബരൈഹി അവരുടെ മാറുമറയ്ക്കുന്ന മൃദുലമായ പട്ടുവസ്ത്രങ്ങൾ കൊണ്ട്, ഖുസൃണഭാസുരേ കുങ്കുമത്താൽ ശോഭിക്കുന്ന, കൽപ്പിതാസനെ അവർ നിർമ്മിച്ച ഇരിപ്പിടത്തിൽ, പര്യശോഭത ഭഗവാൻ ഇരുന്ന് ശോഭിച്ചു. ഗോപസുന്ദരിമാരോടൊത്ത് ഭഗവാൻ യമുനാ തീരത്തെത്തി. ഗോപികമാർ അവരുടെ മാറുമറയ്ക്കുന്ന മൃദുലമായ പട്ടുവസ്ത്രങ്ങൾ കൊണ്ട് ഒരു മെത്ത ഒരുക്കി. ഭഗവാൻ കുങ്കുമാങ്കിതമായ ആ ഇരിപ്പിടത്തിൽ ഉപവിഷ്ടനായി. എല്ലാവരുടെയും ഉള്ളിൽ അന്തര്യാമിയായി പ്രകാശിക്കുന്ന ആ പരമാത്മ സ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഇപ്രകാരം മനോഹരമായ രൂപമെടുത്ത് ഗോപികമാരെ അനുസരിച്ചത് അവരുടെ പ്രേമഭക്തിയുടെ പരിശുദ്ധി നിമിത്തമാണെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. പുരുഷൻ പ്രകൃതിയോട് ചേർന്ന് മനോഹരമായ പ്രപഞ്ചമായി വിരാജിക്കുന്നത് പോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോപസുന്ദരിമാരാൽ ചുറ്റപ്പെട്ട് പ്രശോഭിച്ചു. വളരെ മനോഹരമായ ഒരു വാങ്മയ ചിത്രമാണ് ഭട്ടതിരിപ്പാട് നമുക്കിവിടെ വരച്ചു കാട്ടിത്തരുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിൽ എന്താണെന്ന് നോക്കാം. ശ്ലോകം 7. കതിവിധ കൃപാ കൃഷ്ണ കേബി സർവതോ ധൃതദയോദയാ കൃഷ്ണ കേചിതാശ്രിതേ കാചിദിദൃശാ കൃഷ്ണ മാതൃശേഷ്വപി അഭിഹിതോ ഭവാൻ കൃഷ്ണ വല്ലഭീ ജനൈഹി. ഇവിടെ ഗോപികമാർ ഭഗവാനോട് പരിഭവം പറയുന്നതായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. അർത്ഥം നോക്കാം. കതിവിധ കൃപ
ദയ എത്ര തരത്തിലുണ്ട്? കേ അഭി അഭിധൃത ദയോദയ, തന്നെ ആശ്രയിച്ചവരെന്നോ അല്ലാത്തവരെന്നോ ഭേദമില്ലാതെ. കേജിദാശ്രിതേ, തന്നെ ആശ്രയിക്കുന്നവരോട് മാത്രം ദയ കാണിക്കുന്നവർ. എന്നാൽ വേറെ ചിലർ എല്ലാം ഉപേക്ഷിച്ചിട്ട് വന്ന ഞങ്ങളെപ്പോലെ ഉള്ളവരോട് ഈ ദൃശ ഇപ്രകാരം പെരുമാറുന്നു. ഇങ്ങനെയുള്ളവർ, അതായത് അങ്ങേ പോലെ ലവലേശം കരുണ കാണിക്കാത്തവരാണ്. ഇതി വല്ലവീജനൈഹി എന്നിങ്ങനെ ഗോപികമാർ പറഞ്ഞു. ഭാഗവതത്തിൽ ഭഗവാൻ തന്നെ ഇതേക്കുറിച്ച് വിശദമാക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഗോപികമാർ അവർ തന്നെ ചോദ്യം ചോദിക്കുകയും ഉത്തരം പറയുകയും ചെയ്യുന്നു. ഇവിടെ ഭഗവാന്റെ തിരോധാനത്തെക്കുറിച്ച്, ആ ക്രൂരതയെപ്പറ്റി ഭഗവാനെ തന്നെ ധരിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ഈ ഒരു ശങ്ക ഗോപികമാർ ഉന്നയിക്കുന്നത്. ഇതിനെല്ലാം ഉത്തരം ഭഗവത് മുഖത്തു നിന്നും തന്നെ കേൾക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. പ്രേമപരവശകളായ ഗോപാംഗനമാരോട് ഭഗവാൻ എന്തു മറുപടിയാവും പറഞ്ഞിട്ടുണ്ടാവുക? അതറിയാനായി നമുക്ക് അടുത്ത ശ്ലോകം ശ്രദ്ധിക്കാം. ശ്ലോകം 8. ഐ കുമാരികാരാധേ നൈവ സംഖ്യതാം കഠിനതാമയീ രഥേ പ്രേമ കാതരേ മൈതു ചേതസോ രഥേ വോനുവൃത്തയേ കൃതമിതം മയേ രഥേത്യൂജീവാൻ ഭവാൻ. ഗോപികമാരുടെ ചോദ്യത്തിന് ഭഗവാൻ മറുപടി കൊടുക്കുന്നതാണ് ഈ ശ്ലോകം. ഐ കുമാരിക, അല്ലയോ മുഗ്ധകളെ, മനോഹരികളായ ഗോപകുമാരിമാരെ, പ്രേമകാതരെ, പ്രേമസ്വരൂപികളായ ഗോപികമാരെ, നിങ്ങൾക്ക് എന്നിലുള്ള പ്രേമത്തിന് ഭംഗം വന്നോ എന്ന് എനിക്ക് തോന്നി. പ്രണയിനികൾക്ക് സുഖവും ദുഃഖവും തരുന്നതായിരിക്കും പ്രണയം. അങ്ങനെയുള്ളവരെ പ്രേമകാതരകൾ എന്ന് പറയുന്നു. കഠിനത ന ഏവ സംഖ്യത, ഇങ്ങനെയൊക്കെ ഭയപ്പെടുന്ന എനിക്ക് നിർദ്ദയത്വം, കരുണ ഇല്ലെന്നൊട്ടും സംശയിക്കരുത്. എന്നിൽ തന്നെ നിങ്ങളുടെ മനസ്സിനെ ഇടമുറിയാതെ പ്രേമം, ഭക്തി എന്ന ഭാവത്തിൽ നിലനിർത്താനും നിങ്ങളുടെ മനസ്സിന്റെ ചഞ്ചലത ഇല്ലാതാക്കാനുമാണ് ഞാൻ നിങ്ങളിൽ നിന്ന് മാറിഞ്ഞിരുന്നത് എന്ന് ഭഗവാൻ ഗോപകുമാരികളോട് പറഞ്ഞു. നിങ്ങൾ എന്നിൽ മനസ്സ് വെച്ച് ഇവിടെ വന്നു. ഞാനുമായി സംഗമിക്കുമ്പോൾ കുറച്ച് നിമിഷത്തേക്ക് നിങ്ങളുടെ മനസ്സ് എന്നിൽ നിന്ന് മാറി. അത് എനിക്ക് സഹിച്ചില്ല. ഞാൻ നിങ്ങളിൽ നിന്ന് വിട്ടുപോയി. നിങ്ങൾ വേവിലധികം പ്രേമവും ഭക്തി നിറഞ്ഞിരിക്കുന്ന മനസ്സോടെ എന്നെ അന്വേഷിച്ചു. അതെനിക്കിഷ്ടമായി. ഭഗവാൻ മാറി നിന്നു അത് ആസ്വദിക്കുകയായിരുന്നു. ഇത്തരത്തിലുള്ള പ്രേമഭക്തിയാണ് നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് ബോധ്യപ്പെടുത്തുവാനാണ് ഭഗവാൻ മറഞ്ഞു നിന്നത്. നിങ്ങളെ എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, കൂടുതൽ കൊണ്ടാണ് ഇങ്ങനെ ചെയ്യപ്പെട്ടത്. നിങ്ങളിൽ കാമം, അതായത് ആഗ്രഹങ്ങൾ വന്നു. അപ്പോൾ ഭഗവാൻ ഗോപികമാരിൽ ഇല്ലായിരുന്നു. അതുപോലെ അഹങ്കാരം, അസൂയ, മതം, മാത്സര്യം എത്രത്തോളം വളർന്നുവോ ഭഗവാൻ ആ സമയം നിങ്ങളിൽ നിന്ന് മാറി നിൽക്കും. നമ്മിൽ ചിത്തവൃത്തി, പരിശുദ്ധമായ മനസ്സ്, സച്ചിന്തകൾ, ഭഗവാനിൽ അനന്യഭക്തി ഉണ്ടാകുമ്പോൾ ഭഗവാൻ നമ്മളിൽ തന്നെ ഇരിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തയുണ്ടാകുമ്പോൾ ആ മനസ്സ് നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഭഗവാനിൽ നിശ്ചലമായി ലയിക്കും. ഇങ്ങനെയുള്ള പ്രാണപ്രേയസിമാരുടെ കൂടെയാണ് ഭഗവാൻ രാസക്രീഡകൾ ചെയ്യുന്നത്. യോഗീശ്വരന്മാർക്ക് പോലും ഇത് ലഭിക്കാത്ത പരമാനന്ദമാണിത് ഗോപികമാർ അനുഭവിക്കുന്നത്. ഗോപികമാരുടെ ഭക്തിയിൽ ഭഗവാൻ മറ്റുള്ളവർക്ക് മാതൃകയായി കാട്ടി വരുന്നത്. ശ്ലോകം 9. ഐനിശമ്യതോ രഥേ ജീവവല്ലഭ പ്രിയതമോ ജനോ രഥേ നേദൃശോ മമ തദികരമ്യതാം കൃഷ്ണ രമ്യയാ വിനീഷു അനുപരോധമീ കൃഷ്ണ
നിത്യാലപോ വിഭോ. ആയി ജീവവല്ലഭ, അല്ലയോ പ്രാണപ്രേയസിമാരെ, നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടാൽ എനിക്ക് നിങ്ങളെപ്പോലെയുള്ള ഇഷ്ടജനങ്ങൾ വേറെയില്ല. രമ്യയാമിനിഷോ, അതുകൊണ്ട് ഈ യമുനാ പ്രണയത്തിൽ മനോഹര രാത്രികളിൽ യാതൊരു പ്രതിബന്ധവുമില്ലാതെ എന്നോടുകൂടി രമിച്ചു കൊള്ളുവൻ. ഇപ്രകാരം പരിപൂർണ സ്വരൂപനായ എന്തിരുവടി അരുളി ചെയ്തു. ഗോപികമാരോട് ഇത്തരം വാക്കുകൾ ഭഗവാൻ പറയുമ്പോൾ അവരുടെ ആനന്ദം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഈ രമിക്കൽ മാനസിക വികാരത്തിന്റെ ശമനത്തിന് വേണ്ടിയല്ല, ആധ്യാത്മിക സംയോഗമാണ്. ഭഗവാൻ നിസ്സംഗനാണ്. ഭഗവാൻ ആരോടും ഒന്നിനോടും ഒട്ടിച്ചേരുകയില്ല. ഈ രാസലീല ആത്മാനന്ദ ലീലയാണ്. അല്ലയോ പ്രേമസ്വരൂപികളെ, സജ്ജനങ്ങളെ, ഭഗവാൻ എങ്ങും പോയിട്ടില്ല. സച്ചിദാനന്ദ സ്വരൂപരായി എല്ലാവരിലും എല്ലാറ്റിലും സദാ വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ അങ്ങോട്ട് തിരിയണം എന്ന് മാത്രം. ദുഃഖത്തെ കളഞ്ഞ് മനസ്സ് ശാന്തമാക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. ദുഃഖമുള്ളവരെ സ്വാന്തനപ്പെടുത്താനാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. എല്ലാ കർമ്മവും സന്തോഷത്തോടെ ചെയ്യണം. എല്ലാ കർമ്മവും ഭഗവാനെ അർപ്പിച്ച് ചെയ്യണം. അതാണ് ഈ ഭഗവാൻ ഇഷ്ടം. കർമ്മഫലം ഇച്ഛിക്കരുത്. അത് നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് താനേ വന്നുകൊള്ളൂ. ശ്ലോകം 10. ഇതി ഗിരാധികം കൃഷ്ണ മോദമേതുരൈർ വ്രജവധൂജനൈ കൃഷ്ണ സാഗമാരമൻ കലിത കൗതുകോ കൃഷ്ണ രാസഖേലനേ ഗുരുപുരി പതേ കൃഷ്ണ പാഹി മാം ഗദാത്. ഇതി ഗിര അധികം. ഇപ്രകാരമുള്ള വാക്കുകൾ കൊണ്ട് അത്യന്തം സന്തോഷം നിറഞ്ഞു തുളുമ്പുന്ന ഹൃദയത്തോടു കൂടിയ ഭഗവാനെ, അമ്പാടി പെൺകിടാങ്ങളോടുകൂടി രമിക്കുന്നവനും രാസക്രീഡയിൽ അഭിലാഷത്തോടു കൂടിയ ഭഗവാനെ, ഗുരുവായൂരപ്പ എന്നെ രോഗത്തിൽ നിന്നും രക്ഷിച്ചാലും എന്ന് ഭഗവാനോട് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുകയാണ്. ഹരിയോം. അടുത്തതായി സമർപ്പണ ശ്ലോകമാണ്. ഇന്നിവിടെ സമർപ്പണ ശ്ലോകം ചൊല്ലുന്നത് ജ്യോതിലക്ഷ്മി അക്കയാണ്. അക്ക കണ്ണൂർ അഴീക്കോട് സ്വദേശിനിയാണ്. ജ്യോതിലക്ഷ്മി അക്കയെ ഏറെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. ഹരിയോ. സമർപ്പണ ശ്ലോകം. കായേന വാചാ മനസേന്ദ്രിയൈര്യാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീ നാരായണായേതി സമർപ്പയാമി. ഓം. ഹരി ഓം. കണ്ണൂർ ജില്ലയുടെ നാരായണീയം പഠന ക്ലാസ് ഇവിടെ സമാപിക്കുകയാണ്. ഇന്നത്തെ പഠന ക്ലാസ്സിൽ ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമുക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന SPYS NYC മലയാളത്തിന്റെ പ്രമുഖായിട്ടുള്ള ഗോപകുമാർ അണ്ണനും ജിൽജാക്കും ആദ്യമായി എന്റെ പേരിലും മുഴുവൻ യോഗ ബന്ധുക്കളുടെ പേരിലുമുള്ള ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. അതുപോലെ നാരായണീയം പഠന ക്ലാസ് വൈവിധ്യങ്ങളായ പരിപാടികളോടെ മഹത്തരമാക്കുന്നതിന് അക്ഷീണം പ്രയത്നിക്കുന്ന ഇന്ദിരാദേവി അക്കയ്ക്കും എന്റെയും കണ്ണൂർ ടീമിന്റെയും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ധ്യാന ശ്ലോകം ചൊല്ലി നമ്മുടെ പരിപാടിക്ക് തുടക്കം കുറിച്ച SPYSലെ കൊച്ചുമക്കളായ ശിവനന്ദനും ദേവമിത്രനും, അതുപോലെ ഇന്നിവിടെ ചാൻഡിങ് ഗൈഡൻസ് നൽകിയ ലതാദി വാറക്കും ചാൻഡിങ് റിപ്പീറ്റേഷൻ ചെയ്ത് ഈ പഠന ക്ലാസ്സിനെ ധന്യമാക്കിയ 10 യോഗ ബന്ധുക്കളും, പേര് എടുത്തു പറയുന്നില്ലെങ്കിലും അതിന് സമയക്കുറവുള്ളത് കൊണ്ടാണ് പേരെടുത്ത് പറയാത്തത്. അതുപോലെ 10 ശ്ലോകത്തിന്റെ വിവരണം നൽകിയ ജയരാജണ്ണൻ, സുനൈനക്ക, ഓമനക്ക, വസുമതി അക്ക എന്നിവർക്കും, അതുപോലെ സമർപ്പണ ശ്ലോകം ചൊല്ലി നമ്മുടെ പരിപാടിക്ക് സമർപ്പണ ശ്ലോകം ചൊല്ലിയ ജ്യോതിലക്ഷ്മി അക്കയ്ക്കും സമിതിയുടെ പേരിലും എന്റെ പേരിലുമുള്ള ഹൃദയത്തിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ പരിപാടിക്ക് ടെക്നിക്കൽ സപ്പോർട്ട് തന്ന സുനൈനക്കുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നതോടൊപ്പം ഇന്നത്തെ കണ്ണൂർ ജില്ലാ ടീമിന്റെ നാരായണീയം പഠന ക്ലാസ്സിൽ പങ്കെടുത്ത് മുഴുവൻ യോഗ ബന്ധുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊള്ളുന്നു.
ഈ പഠനയാത്രയുടെ ഭാഗമായി ആങ്കറിങ്ങിന് അവസരം തന്ന SPY സമിതിക്കും എന്റെ ഹൃദയംഗമായ നന്ദി അറിയിച്ചുകൊണ്ട് ലോക കല്യാണ മന്ത്രം ചൊല്ലുന്നതിനായി ശ്രുതി അക്കയെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. ഹരി ഓം. ഇനി നമുക്ക് ലോക കല്യാണ മന്ത്രം ചൊല്ലാം. എല്ലാവരും നമസ്കാര സ്ഥിതിയിലേക്ക്. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ഹരി ഓം. നമ്മുടെ നാരായണീയം പഠനയാത്ര തുടരുകയാണ്. വയനാട് ചുരം കയറിയിറങ്ങി കോഴിക്കോട് ജില്ലയിൽ അടുത്ത 16-ാം തീയതി ചൊവ്വാഴ്ച എത്തിച്ചേരുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അവിടെ കാണാം. ഹരി ഓം.